ആടുള്ള പൊമ്പിള്ളേരിൽ എങ്ങനെയുണ്ട്? വീഴത്തെ പോലത്തെ മനുഷ്യന്മാരനാടി എക്സ്ട്രാ കൊമ്പും നേറ്റൊന്നും ഇല്ല. സുന്ദരി പെണ്ണാണ് പറയുമ്പോ കല്യാണത്തി ആടെ കക്കൂസ് ഒന്നും ഇല്ല കേട്ടാ. കക്കൂസ് ഇല്ലാണ്ട് എങ്ങനെയാന്ന് അതെല്ലാം ഓർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ വെറുതെ ബേജാറാവണ്ടപ്പാ. ബബിതേ പെണ്ണ് എം എ വരെ പഠിച്ചതാട്ടാ. നമ്മളെ ബ്രിഗേഷു എം എ അല്ലേ? എം എ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. വീടല്ലേ 10 തോറ്റ്. ആടെ എം എ പറഞ്ഞിട്ടൊരു വിലയുണ്ടായിനി. പിന്നെ എനക്കൊരു വില കുറണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന്. സ്പോട്ട് 2 പഴംപൊരി. ഡബിൾ എം എന്ന് പറയുന്നു. 4 കിട്ടിയ 16-ാം തീയതി കഴിഞ്ഞ വരും കേട്ടാ. ഇങ്ങളായിട്ട് എന്നെ കൊളാക്കാൻ നിക്കണ്ട. അച്ഛാ നമുക്ക് സെറ്റ് ആയി കളി കേട്ടാ. 40-40 വയസ്സായില്ലേ ഓന്. ഇനി ഓനെന്തിനൊരു കല്യാണം, അതും മഞ്ഞനാട്ടിന്ന്. ഈ ഇനി ഒന്നും പൊരി കയറ്റാൻ പറ്റൂലപ്പ. നമ്മളെ നാട്ടിലുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ പാർട്ടിക്ക് ഇടപെടേനും. കുടയിലെല്ലാ പൊരിയിലും തോക്കുണ്ടെന്ന് അളിയാ മുറി കഴിഞ്ഞിരുന്ന കാര്യം പറയും. നിങ്ങൾ മുറിവഞ്ഞു കൊടുക്കുന്നത് പെയിന്റ് അടി ശരിയാക്കാനുള്ളതാ. ചൊറിഞ്ഞോണ്ട് അളിയാ വാ, ഒരുപാട് പൈസ സെറ്റാക്കാനുള്ളതാ. ബബിതേ ഇന്ന് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടു വരെ പോണ്ടി വന്നില്ലേ. ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനും. വല്ലാണ്ട് അങ്ങ് തിടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേന്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ. എനക്ക് കൊടകുമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ടാമായി. അച്ഛൻ എവിടെയാ? ಚೆನ್ನಾಗಿದ್ರಾ? അവസാന നിമിഷം നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങള്. ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರ. ഒരു മിനിറ്റ് ഓനാ പണിനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ് ചെന്നാ എന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലെ ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം വെച്ചിട്ടുണ്ടാവും. ഇവർ അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടുക്കുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിട്ടോ ചേച്ചി? അതിവിടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോത്ത് ദേശം വാണമ്പറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹജ്ജ് നഗർ സോമപ്പാൽ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് കല്യാണം ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി. അറിയാലോ, ആരും മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ കല്യാണത്തിന്റെ പേര് ഞാൻ കാത്തിക്കണ്ടേണ്ടതുമാണ്. 5000 അധികം കിട്ടിയ ഊറോളം വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം. പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട്. സോമപ്പ എച്ച് രാജു എച്ച് ബ്രോക്കർ തിമ്മപ്പ ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി
പാല് വാങ്ങിക്കില്ല വനജേ. മറിയമ്മ എന്താ കുന്തം പോലെ നോക്കി നിക്കുന്നേ? പോയി ആടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജേ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ? ഇതെന്ത് കാണാനാ? എന്താ പാട്ട് സമ്മേളന? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ആ അഞ്ചേച്ചി, ഞാള് ചെറുത് രണ്ടെണ്ണം അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മറ്റേ കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കൗത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് ചേച്ചിനോട് പറയാം. അഞ്ചേച്ചി ബ്രിഗേഡിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ്. മേഹും വനജാഹും ഇന്ത്യ അല്ല കന്നഡല്ലേ. ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി. LDF. നാം എത്ര കഷ്ടപ്പാടൊക്കെ എടുത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ആ ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ ഇപ്പണ്ട് വേണ്ട. ഇവളും എല്ലാം ഒരു ആട്ടിന്റെ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാ നാട്ടുകാർ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല. ഈ പെണ്ണിനെ ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും കാണാൻ കിട്ടൂലെ. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്നോലൊക്കെയായാലും ഈ പെണ്ണിനെ ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയില്ലാത്ത പെണ്ണെ കൊണ്ടുവാ. പോ. അങ്ങനെ അതും പേടി ആയിഷ. എൻ്റെ അമ്മയ്ക്ക് ഷഡ്ഡിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല. എൻ്റെ ഉമ്മ, എൻ്റെ മറിയമ്മ എടുത്തു നിന്ന പൈസ മൊത്തം പോയി. പൈസ പോട്ടടി. ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടേ ആയിഷ. അത്രയ്ക്ക് മോശ. മോനെ ബ്രിഗേഷേ, എനിക്ക് കിഴങ്ങ് പുഴുങ്ങിയ വേണം മോനെ. വേണ്ട മറിയമ്മ, എല്ലാം പോയി മറിയമ്മ. എനിക്ക് തുപ്പി കളിക്കാൻ കോളാമ്പ് കിട്ടിയെന്ന് പറഞ്ഞ എന്തിനാടാ നീ പൈകാര്യം പോലെ കരയുന്നേ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. കഴുത കരഞ്ഞു തീർക്കും, നീ കള്ളു കുടിച്ചു തീർക്കും. പോയി ചാവടാ. ഇപ്പം കാവി പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറി നിന്ന് ഓളെ മേലെ ഞാൻ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാ മോനെ. ഞങ്ങളോട് പറയാതെ എന്റെ കുഞ്ഞു ഹൃദയത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയണ. ഓളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്താ കേട്ടാണ്ടെന്ന്? കെട്ടിച്ച് തരൂലളിയാ. ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞില്ല. ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വെയിറ്റ് ചെയ്തിരിക്ക. പാവം ഓളിപ്പൊ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം കഴിക്കാൻ വരണം. ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ. ഹിറ്റ്ലർ മാധവൻകുട്ടി. 5 പെൺകുട്ടികളാ. മൂത്ത പെണ്ണാ ഓള്. വാടക വീട്ടിലാ താമസം. വളച്ചേട്ടായി നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി.
വാ ഇപ്പൊ തന്നെ വാ. നല്ല സമയം. ഈ പാതിരത്തി കാണാം പെണ്ണന്വേഷിച്ച് പോകുന്നത്. അളിയ ഓളെ പേരെന്താ അളിയ? സുലു 10:30. ഏതാ അളിയ? ഏതാ? ഇതായിരിക്കുന്ന ഹിറ്റ്ലർ. അതാ അതിന്റെ പെണ്ണ് കാണുന്നില്ലല്ലോ. പെണ്ണ് പോരും. കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും ഞാനാ കൊടുത്തേ. ഞാനാകെ 2 കൂടെ കൊടുത്തു. അതെ ഉടുത്ത കണക്കൊന്നും നോക്കണ്ട ഏച്ചി ഇപ്പൊ അങ്ങ് കൊടുക്ക്. സാരി ചുറ്റി നടക്കുമ്പോ ഓർമ്മ വേണേനു തമിഴ് പൈസ പിടിക്കാൻ വരുന്നു. വേണേ പൈസ കൊടുത്തോ. പൈസ കിട്ടാണ്ട് ആള് പോവൂലേ? കൊടുക്കേ അതിന് പോകുന്നില്ല പോണ്ട. അടി ഉണ്ടാക്കാൻ നേരല്ലേ? ബസ് അങ്ങ് പോയാ പ്രായമുള്ള പെൺകുട്ടികളുടെ പൊറയത് പടയാന്നല്ലോ മോനെ, വെറും പടച്ചിയാണല്ലോ. അത് കുറച്ച് സ്ട്രോങ്. സാർ കാശ് ശരി, ഈ ആഴ്ചയും കൂടെ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കൂല. എന്റെ കാശ് തരും. എന്നാ എന്റെ പൈസ. ഇതാ സുലു. ഇത് ரொம்ப കമ്മിയമ്മ കട്ടുപൊടി ആവാത്. കട്ടിപ്പൊടി ആവും. ഇതിന്റെ സാരി മുഴുവനും കരിമ്പനടിച്ചതാ. മുന്താണി മുഴുവനും പൂപ്പണം പിടിച്ചിട്ട്. അപ്പൊ അത് മതി പോ. ഏട്ടാ ഞാൻ പോയിട്ട് വരാം. അല്ല ഞാന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാ. എന്താപ്പാ പുതിയൊരു സ്നേഹം? 46 കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ നിങ്ങക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുന്നത്. എന്റെ ഏട്ടാ വാ ഉള്ളരെ. അല്ല ഞാനും വരും. നടക്കുന്നല്ലേ? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതാണ് അളിയ പെണ്ണ്. ഇതാണോ മോനെ ബ്രിഗേഷ്? 4ാം ക്ലാസ് തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്റെ ഷുലു. ഉഷാറല്ലേ? ഉഷാറാ, ഉഷാറോട് ഉഷാറാ. അടീനയില്ലേ, ഞാൻ വടകര മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള ഫാൻസി ഷോപ്പ് കാണലുണ്ട്. അതന്നെ. പക്ഷെങ്കിൽ ഇത് സെറ്റാക്കണം. സെറ്റാക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം അണിഞ്ഞ് നിർത്തിക്കൊള്ളണം. പക്ഷെങ്കിൽ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് മാറ്റണടാ. ഇങ്ങോട്ട് ലേശം കളറാക്കാം. ലേശം കളറാവല്ല. സുലു എന്താ പ്രികേഷ്, എന്താ ഇതിന്റെ ഉദ്ദേശം? നീ പ്രേം നസീറിനെ പോലെ പാട്ട് പാടുന്നു, ദുൽഖർ സൽമാനെ പോലെ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ബോഡി ഷോ നടത്തുന്നു. ഇതൊക്കെ കുറെ പഴയ നമ്പറാന്ന് നിനക്ക് തിരിഞ്ഞിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ? അത് പിന്നെ നിനക്കറിയാലോ, നീയും പോരാറിഞ്ഞിരിക്കുന്നു, ഞാനും പോരാറിഞ്ഞിരിക്കുന്നു. എന്റെ പോരയില് നിനക്ക് ആടെ 4 അനിയത്തിമാരല്ലേ, ഓരും പോരാറിഞ്ഞിക്കല്ലേ. നീ ഓല 4 ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല സുലു, എനിക്ക് 4ാം ക്ലാസ് മുതൽ എന്നോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എന്റെ കൈ കടിച്ചു പറിച്ച് ഓർക്കുന്നുണ്ടാ? മുത്തപ്പൻകാവില് വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോ ഞാൻ നിന്റെ മേലേക്ക് മൂത്രമൊഴിച്ച് ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ് മൃഗേഷേ. മൂത്രം ഒഴിച്ചു വെച്ച കാര്യം ഒരു കൊട്ട പൂവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ. നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നേ? സുലു, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് എന്നെ കല്യാണം കഴിക്കണം. മൃഗേഷേ, ഞാനും എൻ്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറുണ്ട് എന്തിനാണെന്നറിയോ എനിക്ക്? 10ാം ക്ലാസ് തോറ്റോനായാലും സാരില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാന്. ഇനിയിപ്പോ എനിക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോൻ വണ്ടി കിട്ടോ, എനിക്കുള്ള വെള്ളം ഞാൻ എവിടുന്നെങ്കിലും തിളപ്പിച്ചോളാം. വിടൂല ഞാൻ. സുലു എന്താണ് നീ കാണിച്ചത്?